സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രശേഖരനും ഗൗതവും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് താഴത്തേക്ക് വരുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ ഗൗതത്തിനോട് പറയുന്നുണ്ട്, അതെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നീ 1-2 സ്ഥലത്ത് പോകണം. ആദ്യം ബാങ്കിൽ പോകണം, അവിടെ ചെന്ന് ക്ലിയറൻസിന്റെ പേപ്പർ വാങ്ങണം, പിന്നീട് മറ്റ് 2-3 സ്ഥലത്തും കൂടി പോകാനുണ്ട്. ഈ സമയം ഉർവശി പറയണേ, അതെ, ഇനി എവിടെ പോകണമെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് മതി, രണ്ടാളും ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ചന്ദ്രശേഖരനും ഗൗതവും ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൽ ഇരിക്കുവാണ്. അങ്ങനെ ഉർവശി അവർക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എത്ര നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ചന്ദ്രേട്ടനും മോനും ഒപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഈ സമയത്തായിരിക്കും കൽപ്പനയും താഴത്തേക്ക് വരുന്നത് കാണുന്നത്. അത് കാണുന്നതും ചന്ദ്രശേഖരൻ കൽപ്പനയെ വിളിക്കുക, കൽപ്പനയെ വാ, വരുന്നില്ലേ, ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഒരുമിച്ച്. അങ്ങനെ കൽപ്പനയെ സന്തോഷത്തോടെ ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കൽപ്പനയും വന്ന് കസേരയിലിരിക്കുന്നുണ്ട്. ഈ സമയം ഗൗതം കൽപ്പനയെ തന്നെ ഇങ്ങനെ നോക്കുക. കൽപ്പനയും തിരിച്ച് പഴയതുപോലെ ഗൗതത്തിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ കൽപ്പന അതൊക്കെ എൻജോയ് ചെയ്തിരിക്കുവാണ്. അന്നേരം ഉർവശി പറയുന്നുണ്ട്, പാവം എൻ്റെ മോൻ ആകെ ക്ഷീണിച്ചു പോയി. അന്നേരം കൽപ്പന പറയുന്നുണ്ട്, ഏയ്, ഗൗതത്തിന് അങ്ങനെ അത്ര ക്ഷീണമൊന്നുമില്ല. അല്ല, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ടേബിളിലൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ കൊണ്ടുവരേണ്ടവർ കൃത്യസമയത്ത് തന്നെ കൊണ്ടുവരും കൽപ്പനയെ. ഏട്ടത്തി, ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ഈ സമയം പത്മിനി അടുക്കളയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുക. ഇത്രേ ഉള്ളോ? ഇല്ല, കുറച്ചുകൂടി ഉണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. അങ്ങനെ പത്മിനി അതെല്ലാം കൊണ്ടുവന്ന് വെക്കുക. നിങ്ങളെടുത്ത് കഴിക്ക്, ഞാൻ എപ്പോഴേക്കും ചായ കൂടി തിളപ്പിക്കാം. അതെന്തൊരു പോക്ക ഏട്ടത്തി. ഏട്ടത്തിൻ്റെ കൈ കൊണ്ട് തന്നെ വിളമ്പി തരുമ്പോഴല്ലേ അതിനൊരു പ്രത്യേക സ്വാദ്. ചന്ദ്രേട്ടനും ഗൗതവും ഒക്കെ എത്ര നാളുകൾക്ക് ശേഷം ഏട്ടത്തിയുടെ കൈ കൊണ്ട് വിളമ്പി തന്ന ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. അതേ ഏട്ടത്തി, ഞങ്ങൾക്ക് ഏട്ടത്തിയുടെ കൈ കൊണ്ട് തന്നെ വിളമ്പി തന്നാൽ മതി. എത്ര നാളായി ആ രുചി ആസ്വദിച്ചിട്ട്. അമ്മേ, എനിക്കും അത് തന്നെ ഇഷ്ടം എന്ന കൽപ്പനയും പറയുവാണ്. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ് കേട്ടോ പത്മിനി. ഈ സമയം ഗൗതമാണെങ്കിൽ ആ ഭക്ഷണം എടുത്ത് വായി വെക്കുന്നത് അപ്പം തന്നെ തുപ്പിക്കളയണേ. അയ്യേ, എന്തൊരുപ്പ ഇത്, ഉപ്പും പുളിയും ഒന്നുമില്ല, വായിൽ വെക്കാനേ കൊള്ളുന്നില്ല. അത് കേൾക്കുന്നതും അവരൊക്കെ ഒന്ന് ഞെട്ടുവാണ്. അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കണേ, എന്താ ഏട്ടത്തി ഇതൊക്കെ? ഏട്ടനുണ്ടെങ്കിൽ ഏട്ടത്തി ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഏട്ടനും കൂടി ഭക്ഷണം എടുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ രുചിയില്ലാത്ത രീതിയിൽ ഏട്ടത്തി ഭക്ഷണം ഉണ്ടാക്കുമോ? ഞങ്ങളെന്താ ഭക്ഷണത്തിൻ്റെ പേരിൽ അങ്ങ് തോപ്പിച്ച് കളയാമെന്നാണ് ഏട്ടത്തി വിചാരിച്ചത്? അയ്യോ ഗൗതം മോൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴും സാധാരണ വെക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം പാകത്തിന് തന്നെ ആയിരുന്നല്ലോ. നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കൂ. അത് കേൾക്കുന്നത് പുറത്തുശേക്കണേ, അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്? ഞങ്ങളെല്ലാവരും കഴിച്ചു നോക്കാൻ. അതിനർത്ഥം ഏട്ടത്തിക്ക് ഗൗതം പറയുന്നത് വിശ്വാസമില്ല എന്നല്ലേ? അന്നേരം കൽപ്പന പറയണേ, അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിവിടെയൊന്നും അല്ലായിരുന്നല്ലോ. സ്വപ്നം കണ്ട് നിന്നപ്പോഴേ തോന്നി എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഏട്ടത്തി? ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. ഇനി ഇവിടെ നിന്ന് പോയതിനെ കുറിച്ച് ഓർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാന്നല്ലാതെ അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏട്ടത്തി നല്ല മനസ്സോടെ ഇവിടെ നിൽക്കാൻ നോക്ക്, അല്ലെങ്കിൽ കാര്യങ്ങൾ വീണ്ടും വഷളാകും. അങ്ങനെ പറയുവാണ്ടോ ചന്ദ്രശേഖരൻ. ഈ സമയം അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുവാണ് പത്മിനി. മോനെ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റ് വന്നാൽ മതി, ശരിയാക്കി കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഒന്നും വേണ്ട. വായിക്ക് രുചിയായിട്ട് കുറച്ച് ഭക്ഷണമെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചതാ. നിങ്ങളിപ്പോൾ അതിന് പോലെ സമ്മതിക്കില്ലല്ലോ. അന്നേരം അവിടെ നിന്ന് സങ്കടപ്പെട്ട് നിൽക്കുവാണ്ടോ പത്മിനി. അതുകൊണ്ട് ഉർവശി പറയണേ, ഇനിയിപ്പോൾ എന്ത് കാണാനാണ് നിൽക്കുന്നത്? ആ ചായയെങ്കിലും മര്യാദ കൊണ്ടാക്കി കൊണ്ടുപോകാം. അങ്ങനെ പത്മിനി അകത്തേക്ക് പോകുവാണ്. അങ്ങനെ അകത്ത് പോയി അവർ പറഞ്ഞ കുത്തുവാക്കുകളെല്ലാം കേട്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അവിടെയാണെങ്കിൽ ഉർവശിയും കൽപ്പനയൊക്കെ നിന്ന് ചിരിക്കുവാണ്. അന്നേരം ഗൗതം വീണ്ടും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ സമയം കൽപ്പനയും കഴിച്ചിട്ട് പറയണേ, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അന്നേരം ഗൗതം പറയണേ, ഞാനിവിടെ വന്നിരിക്കുന്നത് അവരുണ്ടാക്കിയ ഭക്ഷണത്തിന് മാർക്കിടാനൊന്നും അല്ലല്ലോ. അതെന്താണെങ്കിലും നന്നായി മോനെ, അവർക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ കൊട്ടൊക്കെ കൊടുക്കണം. അമ്മാതിരി ഭരിക്കലായിരുന്നല്ലോ ഇത്രയും നാളും. അവരും ഈ മുത്തശ്ശിയൊക്കെ ചേർന്ന് എന്നോട് കാണിച്ച ക്രൂരതയ്ക്കൊക്കെ ഇതുപോലെ തന്നെ അവരോട് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കണക്കുകളും മറ്റും എത്തിക്കൊണ്ടിരിക്കുന്ന ദേവനെയാണ്. ഈ സമയം രാധിക അടുക്കളയിലേക്ക് പോകുക. മോളെ, വരണവിടെ, എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു, ചെറിയൊരു തലവേദനയുണ്ട്, ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മരുന്ന് കഴിച്ച ക്ഷീണത്തിൽ നല്ല ഉറക്കത്തിലവരും. അച്ഛന് ചായ വേണോ? വേണമെന്നില്ല, മോളിപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പാവാം. അങ്ങനെ രാധിക അടുക്കളയിലേക്ക് പോകുവാണ്. ഈ സമയത്തായിരിക്കും പ്രിയങ്കയും മുത്തശ്ശിയും കൂടി അവിടെ എത്തുന്നത്. ഈ സമയം പുറത്തു നിന്ന് യശോദ അവിടെ കാണുക. എടി യശോദേ, എവിടെടി നിന്റെ മോളും മരുമോനും? ആരെ വിളിക്കും? അവസാനം കണിമംഗലത്ത് നേരത്തെ പുറത്താക്കി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് അങ്ങ് താമസം തുടങ്ങിയല്ലേ? അന്നേരം യശോദ ചോദിക്കണേ, അമ്മയും പ്രിയങ്കയും എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോയതല്ലേ? അത് ശരി, ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് നന്നേക്കുമായിട്ട് പോയെന്ന് വിചാരിച്ച് സമാധാനത്തോട്ടിരിക്കുമായിരുന്നു ഭാര്യയും ഭർത്താവും കൂടി. എന്നാലേ ഞങ്ങൾ ദ്രോഹിച്ച അവനും അവളും ഇവിടെ എങ്ങനെ സുഖിക്കുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. രണ്ടിനെയും ഇപ്പം തന്നെ ഇവിടെ നിറക്കി വിടണം. എവിടെ? കണിമംഗലത്തെ.
എല്ലാവരുടെയും പുന്നാര വരുൺ, അവരവിടെ, അവരെ വിളിച്ച് പുറത്തേക്കിറക്ക്. എനിക്ക് രണ്ട് സംസാരിക്കാനുണ്ട്. അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കാനുണ്ട്. അമ്മേ, അമ്മ പ്രിയങ്കയും കുട്ടി ഒന്നും ഇവിടുന്ന് പോകുന്നുണ്ടോ? അന്നേരം പ്രിയങ്ക വരണേ, അങ്ങനെ പോകാനല്ല ഞങ്ങൾ വന്നത്, അവനെ അവളെ ഇവിടെ നിറക്കി വിടാനാണ്. തെരുവിലേക്ക് ഇറങ്ങിയവർ തെരുവിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മതി, അത് കാണാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. എടി യശോദേ, ഈ വീട് എൻ്റെയും കൂടി പേരിലാണ്, എനിക്കിവിടെ അവകാശമുണ്ട്. ഞാൻ രണ്ടുപേരെയും ഇവിടെ നിറക്കി വിടുന്നത് നീ കണ്ടോടി. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ദേവൻ അവരെ തടഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരിക. എങ്ങോട്ട് രണ്ടുപേരും കൂടി? ഇവിടെ നിന്ന് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് പോയവരല്ലേ നിങ്ങൾക്കിനി ഇവിടെ ഒരധികാരവും ഇല്ല. അത് നീ അങ്ങനെ പറഞ്ഞാൽ മതിയോ? നീ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പഞ്ച് വെച്ചോടക്കി മിണ്ടാതെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചോ? ഇതേ സുകുമാരിയും പ്രിയങ്കയുമാണ്. ഞങ്ങൾക്കകത്തേക്ക് കയറാൻ നിന്റെ സമ്മതം ആവശ്യമില്ല. നിൽക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളിവിടെ നിന്ന് എല്ലാ ബന്ധങ്ങളും അറുത്തുപേക്ഷിച്ചു പോയതാ. ഞങ്ങൾക്ക് ഇനി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാമെന്ന് വിചാരിക്കേണ്ട, വന്ന വഴി തന്നെ തിരിച്ചു പൊക്കോളുക. ഇനി എന്തെങ്കിലും അവകാശത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിലാണെങ്കിലേ കോടതിയെ സമീപിക്കുക. നിങ്ങൾക്കതിനൊക്കെ നല്ല ശീലമാണല്ലോ, നമുക്ക് അവിടെ വെച്ച് നോക്കാം. യശോദേ, താൻ വന്നേ അന്നും പറഞ്ഞ് യശോദയും ദേവനും കൂടി അകത്തേക്ക് കയറി മുത്തശ്ശിനെയും പ്രിയങ്കിനെയും പുറത്താക്കി വാതിലടക്കുവാണ്. അന്നേരം മുത്തശ്ശിയും പ്രിയങ്കയും ബഹളം വെക്കുക. ഡാ തുറക്കടാ, ഞങ്ങളെ അങ്ങനെ ചുമ്മാ പോകാനൊന്നും പോകുന്നില്ല. ഈ സമയം യശോദ പറയണേ, ഷോ വരണോ രാധികയോ കേട്ട് കാണോ എന്ന് പറഞ്ഞ് അവർ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശി പ്രിയങ്കയോട് പറയണേ, എടി ഇതങ്ങനെ എങ്ങനെ വീട്ടാപ്പെട്ടില്ല, നീ വാ എന്ന് പറഞ്ഞ് അവർ രണ്ടാളും കൂടി പിന്നെ അമൃത വാതിൽ വഴി അകത്തേക്ക് കയറാൻ തുടങ്ങുക. ഈ സമയത്ത് അകത്തേക്ക് കയറിയ അവരുടെ മുമ്പിലേക്ക് കത്തിയും പിടിച്ച് രാധിക വരുവാണ്. അങ്ങനെ ആ കത്തി കാണിച്ച് രണ്ടിനെയും വിരട്ടി പുറത്തേക്ക് ഇറക്കുവാണ് കേട്ടോ. ഈ സമയം ദേവന് യശോദയ്ക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ രാധിക അവരുടെ അരികിലേക്ക് കത്തിയും കൊണ്ട് പോയിട്ട് പറയണേ, നിങ്ങൾ രണ്ടാളും കൂടി ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി എന്നെ ദ്രോഹിച്ചു. ഇപ്പോഴും നിങ്ങൾക്ക് മതിയായിട്ടില്ലല്ലേ? ഇപ്പോൾ ഈ രാധികക്കും വരനും എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയതാ. ആ സമയം ഞങ്ങൾക്കൊരു അഭയം തന്ന് അച്ഛനാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ നിന്നും കൂടി ഞങ്ങൾ ഇറക്കി വിടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അവകാശത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേര് പറഞ്ഞ് രണ്ടുപേരും മേലാൽ ഈ പാടി ചവിട്ടി പോകരുത്. എന്നിട്ട് കത്തിയെടുത്ത് പ്രിയങ്കയുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് പറയണേ, ഡി 25 കോടി രൂപ എണ്ണി വാങ്ങിച്ചല്ലോ നീ, അത് കിട്ടാനുള്ള എന്തെങ്കിലും അർഹത നിനക്കുണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും വരൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? നിന്റെ കഴുത്തിൽ വരുൺ താലി കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ വരുൺ സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും ഒരർഹതയില്ലാത്ത നീ ആ 25 കോടി രൂപ വാങ്ങിച്ചില്ലേ? അതിന് എന്തെങ്കിലും ഒരു അർഹത നിനക്കുണ്ടോ എന്ന് നീ മനസാക്ഷിയോട് ചോദിച്ചു നോക്കടി. അതെല്ലാം വാങ്ങിച്ചിട്ടും ഇപ്പോഴും നിനക്ക് എന്നെ ദ്രോഹിക്കണം എന്നുള്ള ചിന്ത മാറിയിട്ടില്ലല്ലേ? പക്ഷേ ഇനി രാധിക എല്ലാം സഹിച്ച് നിൽക്കുമെന്ന് നീ വിചാരിക്കണ്ടടി. ഇനി നീയും നിന്റെ മുത്തശ്ശിയും കൂടി എന്നെ എൻ്റെ വരുണിനെ ദ്രോഹിക്കാനായിട്ട് വന്നു എന്ന് വിചാരിച്ചോ? നീ കത്തിയുണ്ടല്ലോ, ഇത് വെച്ച് നിന്റെ കഴുത്തിൽ ഞാൻ വരയും, നിന്റെ ജീവൻ എടുക്കും ഞാൻ. എന്നിട്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് നേരെ പോകുക. ഇവള് ആ പണമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആർത്തി നിങ്ങളുടേതാണെന്ന് എനിക്കറിയാം. കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ വെച്ചും പിന്നെ കണിമക്കളത്ത് വന്നും നിങ്ങൾ എന്നെ ദ്രോഹിക്കാവുന്നതിന് പരമാവധി ദ്രോഹിച്ചു. അതെല്ലാം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ രാധികയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും നോക്കാനില്ല എനിക്ക്. എൻ്റെ വരുണിനെ നിങ്ങൾ രണ്ടുപേരും കൂടി അപമാനിക്കാനോ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിപ്പിക്കാനോ ശ്രമിച്ചാൽ വെച്ച് പൊറപ്പിക്കില്ല രണ്ടിനെയും. രണ്ടുപേരെയും ഞാൻ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കും, മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ആ കത്തി വെച്ച് സുകുമാരിനെ വിറപ്പിച്ച് നിർത്തുവാണ്. അങ്ങനെ അതൊക്കെ കണ്ട് സുകുമാരിയും പ്രിയങ്കയെ പേടിച്ചു പറിച്ച് നിൽക്കുക. എന്നിട്ട് രാധിക വീണ്ടും പ്രിയങ്കയുടെ നേരത്ത് കത്തി വെച്ച് വീണ്ടും അവൾക്ക് വാണിംഗ് കൊടുക്കുക. ഇനി നീ എന്നെ ദ്രോഹിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുത്. വന്നു കഴിഞ്ഞാൽ ഈ രാധിക പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. രണ്ടിനും എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ ഇല്ലാതാക്കിയിരിക്കും, മനസ്സിലായോട്ടി നിനക്ക്? അന്നേരം മുത്തശ്വരനെ അവളൊന്നും ചെയ്യരുത്, ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം. എന്നാൽ വേഗം കൊച്ചുമോളെയും കൂട്ടി പോകാൻ നോക്ക്. പിന്നെ ഇവിടുന്ന് പോയാലും നിങ്ങളുടെ കുരുട്ട് ബുദ്ധി വെറുതെ ഇരിക്കില്ല എന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഈ രാധിക പറഞ്ഞ വാക്ക് പാലിക്കും, മനസ്സിലായല്ലോ രണ്ടിനും? അങ്ങനെ രണ്ടുപേരെയും അവിടെ നിന്ന് ഓടിച്ചു വിടുവാണ്ടോ. സുകുമാരിയും പ്രിയങ്കയും കൂടി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ് അവിടെ നിന്ന്. അന്നേരം രാധിക തിരിഞ്ഞ് അച്ഛനെ അമ്മയെ നോക്കുവാണ്. എന്നിട്ട് കയ്യിലുള്ള കത്തി എറിഞ്ഞു കളഞ്ഞിട്ട് പറയണേ, എന്നോട് ക്ഷമിക്കണം അച്ഛൻ, മുത്തശ്ശിയോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാ. പക്ഷേ എൻ്റെ അവസ്ഥ ഇതായിപ്പോയി. ഇനിയും എനിക്ക് അവരുടെ മുമ്പിൽ ഇതുപോലെ തോറ്റു നിൽക്കാൻ വയ്യ. മോളെ വരണത് എന്തെങ്കിലും കേട്ട് കാണോ? മോള് ചെന്ന് നോക്ക്. പിന്നെ അച്ഛ, അവരോട് ഞാൻ പറഞ്ഞ വാക്കുകൾ വെറുതെ അല്ല. എൻ്റെ വരുണിനെ ഇനി അവർ ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു വന്നിരിക്കും. അങ്ങനെ പറഞ്ഞ് രാധിക സങ്കടത്തോടെ അകത്തേക്ക് കയറി പോകുവാണ്. അന്നേരം യശോദ വരണേ, എന്നാലും രാധിക പോലെ ഞാൻ ഈ ഭാവത്തിൽ കണ്ടതേ ഇല്ല. എങ്ങനെ മാറാതിരിക്കും മോള്? അത്രയ്ക്ക് അവളെ സഹിച്ചില്ലേ, ഇനിയും അവൾ എങ്ങനെയാണ് ഇതൊക്കെ കണ്ട് സഹിക്കുന്നത്? ഇതേ സമയം വരണാണെങ്കിൽ റൂമിൽ നല്ല ഉറക്കമായിരിക്കും. അന്നേരം രാധിക അവിടെ വന്നിരുന്ന് വരണിൻ്റെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. ഈ സമയം വരൺ പതി എണീക്കുക. എന്താടോ? ഒന്നുമില്ല, ചൂടുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ചെറിയൊരു ചൂടുണ്ട്.
വരുൺ കിടന്നോ, എണീക്കണ്ട. ഏയ് കുഴപ്പമൊന്നുമില്ല. അല്ല വരുണൊന്നും കേട്ടില്ലല്ലോ അല്ലേ? എന്തു പറ്റി? അല്ല, അപ്പുറത്തെ വീട്ടിൽ ചെറിയൊരു ബഹളം നടന്നു. ഞാൻ അന്നേരം വരുണെങ്ങാനും എണീറ്റോന്നറിയാനേ ഇങ്ങോട്ട് വന്നത്. ഞാനൊന്നും കേട്ടില്ല. നല്ല ഉറക്കമായിരുന്നു. എന്നാണെങ്കിലും എനിക്ക് നമ്മുടെ വിസയൊക്കെ ശരിയാക്കാൻ വേണ്ടി ഒന്ന് പോകണം. അയ്യോ, അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരില്ലേ? വരണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ട. ദേ വരണമെന്ന് വേഗം ഫ്രഷ് ആകും. അപ്പോഴേക്ക് ഞാൻ ചായ എടുക്കാം, എന്നിട്ട് ഞാനും കൂടെ വരാം. അതൊന്നും വേണ്ടട്ടോ, ഞാൻ പോയിക്കോളാം. താൻ പേടിക്കൊന്നും വേണ്ട. ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. പോയ കാര്യം എല്ലാം റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. ഒന്നുമില്ലെങ്കിലും എനിക്ക് സപ്പോർട്ടായിട്ട് താനുണ്ടല്ലോ, പിന്നെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. അങ്ങനെ വരുൺ ആരുമില്ലാത്തവനായി പോയില്ലല്ലോ. നിങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടുള്ളപ്പോൾ ഞാൻ തളർന്നു പോയില്ലടോ. നമ്മൾ വാക്ക് കൊടുത്തതല്ലേ അച്ഛനും അമ്മയ്ക്കുമൊക്കെ. ആ വാക്ക് പാലിക്കണ്ടേ? നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് ബിസിനസ് തുടങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ US പോയി കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിച്ച് നമുക്ക് തിരികെ എത്തണ്ടേ? അങ്ങനെ പറഞ്ഞ് ഫുൾ കോൺഫിഡൻസിലിരിക്കുകയാണ് കേട്ടോ വരുൺ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി വരുണിനെ രാധികയും കുറിച്ച് ഓർക്കുവാണ്. അവരൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കരയുവാണ് കേട്ടോ. ഈ സമയം അതുവഴി പോകുന്ന ഉർവശിയും കൽപ്പന ഇത് കാണുക. കണ്ടില്ലേ ചെറിയമ്മേ, മുത്തശ്ശി എന്തൊക്കെ ഓർത്ത് വല്ലാതെ വിഷമിച്ചിരുന്ന് കരയുവാണെന്ന് തോന്നുന്നു. കൽപ്പന ചന്ദ്രട്ടനോട് പറഞ്ഞത് അമ്മയെ നല്ലപോലെ സന്തോഷിപ്പിക്കണമെന്നല്ലേ? അതെ ചെറിയമ്മേ, ചെറിയമ്മ ഇപ്പോൾ അമ്മയെ സന്തോഷിപ്പിക്കുന്നത് പോലെ. അങ്ങനെ മുത്തശ്ശിയെ സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞത്. എന്നാണെങ്കിലും ചന്ദ്രട്ടനോട് പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ജനലും വാതിലൊക്കെ തുറക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തുണി എടുത്തോണ്ട് വാ. എന്താ ചെറിയമ്മ ഇതൊക്കെ? എന്തിനും കൂടെ നിന്നോളാന്ന് പറഞ്ഞ് എന്നോടിപ്പോൾ ജോലി ചെയ്യാൻ പറയുവാണോ? എടി, നിന്നോട് ഞാൻ അതെടുത്തിട്ട് വരാനല്ലേ പറഞ്ഞതു? നിന്നോട് തുടക്കാൻ പറഞ്ഞോ? ഓ അങ്ങനെ, ഞാനിപ്പോൾ കൊണ്ടുവരാവേ എന്നും പറഞ്ഞ് കൽപ്പന അകത്തേക്ക് ഓടുവാണ്. ഈ സമയം മുർവശി നേരെ അമ്മയുടെ അരികിലേക്ക് എത്തുക. എന്താ അമ്മേ, അമ്മ കരയുവാണോ? ഒന്നുമില്ല എന്നും പറഞ്ഞ് ജയഭാരതി അമ്മ കണ്ണൊക്കെ തുടക്കുക. ഈ സമയം ഉർവശി പറയുന്നുണ്ട്, അമ്മ കീഴായിട്ട് തടി കൂടുന്നുണ്ട്. ഈ പ്രായത്തിൽ ഇതുപോലെ തടിയൊക്കെ കൂടിയ അസുഖങ്ങൾ കൂടിയാലേ ആകെ പ്രശ്നമാണ്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ചന്ദ്രേട്ടനെ അമ്മയുടെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്.